ഇന്ത്യ സ്ഥാനാർത്ഥിയുടെ പ്രചാരണം ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ്? ഇന്നിപ്പോൾ ഇന്ത്യ കൺവെൻഷനാണ്. നേരത്തെ അനാവശ്യ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞതിൽ നിന്നും ഇപ്പോൾ നിർബന്ധിത സാഹചര്യം മത്സരിക്കുന്നതിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ പ്രാദേശിക വികാരം മത്സരിക്കണമെന്നുള്ളതായിരുന്നല്ലോ. ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട നേതാവായി എത്തുക സുരേഷ് ഗോപിയാണോ? സ്മൃതി, ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് NDAയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട താരമെന്ന് പറയുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെയാണ്. അദ്ദേഹമാണ് ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. എനിക്കൊപ്പം ഇപ്പോൾ എടക്കര പാലേമാട് മേഖലയിൽ ആ സ്ഥാനാർത്ഥി പ്രചാരണത്തിൽ ഉണ്ട്. അദ്ദേഹം അല്പം മുൻപ് ഒരു തൈയൊക്കെ നട്ടു. ഇന്നിപ്പോൾ പരിസ്ഥിതിനും കൂടിയാണ്. പരിസ്ഥിതിനാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ തൈ നട്ടത്. ഇപ്പോഴും ഇങ്ങനെ തൈ വയ്ക്കുന്നത്? ഞാൻ കൃഷിക്കാരനാണ്. ഞാൻ ബേസിക്കലി ഒരു കൃഷിക്കാരനാണ്. ഞാനൊരു നല്ല കൃഷിക്കാരനാണ്. ഇന്ന് രാവിലെ അതിരാവിലെ എൻ്റെ പറമ്പിലൊക്കെ ഇറങ്ങി അത്യാവശ്യം 1-2 ഒടിഞ്ഞു വീണ കൊലയൊക്കെ വെട്ടി പിന്നെ വെണ്ടയ്ക്കൊക്കെ പറിച്ചിട്ടാണ് ഞാൻ വന്നത്. തിരിച്ച് പ്രചാരണമൊക്കെ കഴിഞ്ഞ് ചെല്ലുന്ന സമയമാകുമ്പോഴത്തേക്കും പഴം പഴുക്കും. അല്ല, പഴം പഴുക്കുമായിരിക്കും. വെണ്ടയ്ക്കൊക്കെ മൂത്തുപോയി. കുഴപ്പമില്ല. അപ്പം ഇന്നിപ്പോൾ സുരേഷ് ഗോപി ഉൾപ്പെടെ നേതാക്കളൊക്കെ എത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് പ്രതീക്ഷകളൊക്കെ? നല്ല പ്രതീക്ഷയാണ്, വളരെയേറെ പ്രതികരണമാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ എനിക്ക് പല ഫോണുകളും വരുന്നുണ്ട്. അവരൊക്കെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ്. പലരുടെയും നല്ല രീതിയിലുള്ള പ്രതികരണമാണ്. ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണ് എന്നുള്ളൊരു ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങയുടെയും പാർട്ടിയുടെയും ഒരു നിലപാട് എന്തായാലും? പെൻഷൻ കൈക്കൂലിയൊന്നുമല്ല, പെൻഷൻ ആനുകൂല്യമല്ലേ. ഇതൊക്കെ ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ. ഇതൊക്കെ ഓരോരുത്തർ കൈവച്ചിരിക്കുകയല്ലേ. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എല്ലാ ആനുകൂല്യം ചെയ്യും. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജിയല്ലേ ഇവിടെ കർഷകർക്ക് വലിയ ആനുകൂല്യം ചെയ്തത്. 18 ഗഡുവല്ലേ ഞങ്ങൾ കൊടുത്തത്. അങ്ങനെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് BJP ഗവൺമെൻറ് ചെയ്തത്. നല്ല പ്രവർത്തനങ്ങളാണ് ചെയ്തത്. വിവാദങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. വിവാദങ്ങൾ ഒഴിഞ്ഞു നിന്നിട്ട് പോകാന്നുള്ളതാണ് ലക്ഷ്യം. വിവാദങ്ങളിലേക്ക് ഒഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്തിനാ വിവാദങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത്? നമ്മൾ ജനങ്ങളോട് വോട്ട് ചോദിക്കുക. ഞങ്ങളുടെ ലക്ഷ്യം വികസനമാണ്, നിലമ്പൂരിൻ്റെ സമഗ്ര വികസനം. അല്ലാതെ ഞങ്ങൾക്ക് നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് വിവാദം ഉണ്ടാക്കുന്ന കാര്യമൊന്നുമില്ല. ഞങ്ങൾ നിലമ്പൂരിൻ്റെ സമഗ്ര വികസനം, ഭാരത വികസനമാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം. രാജീവ് ചന്ദ്രശേഖറിന്റെ ലക്ഷ്യം കേരള വികസനമാണ്. ഞങ്ങളുടെ ലക്ഷ്യം നിലമ്പൂർ വികസനം. വികസിത ആത്മവിശ്വാസമുണ്ടെന്നാണ് മോഹൻ ജോർജ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.